തൃശൂരിൽ വീണ്ടും ഇറിഡിയം തട്ടിപ്പ്. തട്ടിപ്പിലൂടെ 1.5 കോടി രൂപയോളം നഷ്ടമായെന്ന ആലപ്പുഴ സ്വദേശിനികളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. വാടാനപ്പള്ളിയിലെ നല്ലച്ചൻകാവ് ക്ഷേത്രത്തിലെ താഴികക്കുടത്തിൽ ഇറിഡിയം ഉണ്ടെന്നും അത് അമേരിക്കയ്ക്ക് വിറ്റതാണെന്നും കാണിച്ചാണ് തട്ടിപ്പ് നടന്നത്. ഇരിങ്ങാലക്കുട സ്വദേശി റോഷൻ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് കേസ്. 2 മാസങ്ങൾക്ക് മുൻപാണ് തൃശൂർ ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ഇറിഡിയം തട്ടിപ്പിന്റെ വിവരങ്ങൾ 24 തന്നെ പുറത്തുവിടുന്നത്. അന്ന് തന്നെ കോടികളുടെ തട്ടിപ്പാണ് തൃശൂർ, പാലക്കാട്, ആലപ്പുഴ, എറണാകുളം ഉൾപ്പെടുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ച് നടന്നത് എന്ന വിവരം നമ്മൾ പങ്കുവച്ചിരുന്നതാണ്. അത് സ്ഥിരീകരിക്കുന്ന പുതിയ ഒരു കേസ് കൂടിയാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശികളിൽ നിന്ന് 1.5 കോടിയിലധികം രൂപ തട്ടി എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പലരോടായി പണം തട്ടി, 1.5 കോടിക്കടുത്ത് തട്ടി എന്നുള്ളതാണ് പറയുന്നത്. 2022 മുതൽ ഈ ഇരിങ്ങാലക്കുടയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരിങ്ങാലക്കുട വാടാനപ്പള്ളി നല്ലച്ചൻകാവ് ക്ഷേത്രത്തിലെ താഴികക്കുടം അമേരിക്കൻ ഗവൺമെന്റിന് വിറ്റു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ തട്ടിപ്പ് നടത്തിയത്. പലരോടും 10,000 രൂപ മുതൽ നിരവധി തുക ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ പരാതിക്കാരൻ തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. റോഷൻ നാരായണാണ് ഈ ഫണ്ടിന്റെ ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മോട്ടിവേഷൻ ക്ലാസ് തരികയും സജീവ് സ്വാമിയും ഹരിനാരായണ സ്വാമിയൊക്കെ കൂടെ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് തരികയായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു ഫണ്ടാണെന്നും ഇത് ഇറിഡിയൻ ആണെന്നും ആ ക്ഷേത്രത്തിലെ താഴികക്കുടം വിറ്റ ഫണ്ട് അബ്ദുൽ കലാം രാഷ്ട്രപതിയായിരുന്ന സമയത്ത് ഇത് കേന്ദ്രത്തിന് കൊടുത്തതാണെന്നും ഇത് അമേരിക്കയ്ക്ക് വിറ്റിട്ട് ഇത് ഈ ഒരു ഫണ്ട് 47.5 ലക്ഷം കോടി ഡോളർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ RBIയിൽ വന്ന് കിടപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഈ ഫണ്ടിലേക്ക് ഇവർ കൊണ്ടുവന്നത്. നിലവിൽ ഇരിങ്ങാലക്കുട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇരിങ്ങാലക്കുട സ്വദേശികളായിട്ടുള്ള റോഷൻ, അതോടൊപ്പം തന്നെ സുഷി, അമ്മിണി തുടങ്ങി 7 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്. ഇവർക്കായി ഇരിങ്ങാലക്കുട പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇതിൽ ഈ വഞ്ചിതരായ ആലപ്പുഴ സ്വദേശികൾ അവരുടെ പരിചയത്തിലുണ്ടായിരുന്ന ആളുകളെ അടക്കം ഈ ഇറിഡിയം തട്ടിപ്പിന്റെ ഭാഗമാക്കി, അതായത് അവർ അറിയാതെ ഇവരെ കൂടി ഈ പദ്ധതിയിലേക്ക് ചേർത്തു എന്നുള്ളതാണ് പറയുന്നത്. തൊഴിലുറപ്പ് പണിയിലൂടെ ലോൺ എടുത്തുമൊക്കെ നൽകിയ പണമാണ് പലരും ഇതിനായി നൽകിയത്. അങ്ങനെ സാധാരണക്കാരായ ആളുകളാണ് ഈ തട്ടിപ്പിനിരയായത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ആലപ്പുഴയിൽ നിന്ന് ഒരു പരാതി കൂടി വന്നിരിക്കുന്നു. കൂടുതൽ പരാതിക്കാർ വരും ദിവസത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്നതിനും സാധ്യതയുണ്ട്.